ഹലോ ഗായ്സ്, അപ്പോൾ ഒഴിവാക്കാനാവാത്ത ചോദ്യം എന്താ? നമ്പർ 2 ആണ്. രണ്ടാമത്തെ ചോദ്യം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നോക്കിക്കൊള്ളട്ടാ. എന്താണ് ആ ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് എല്ലാവരും ചോദിച്ചിട്ടുണ്ടാകും. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടികൾ തന്നെ എന്നോട് പറഞ്ഞിട്ട് സാറേ ഈ ഒരു കാര്യം ഒന്ന് പറയണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ആവർത്തിച്ചെന്നുള്ള ചോദ്യമാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തെ കുറിച്ച്. ഇതിനെക്കുറിച്ചാണ്. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ മാക്രോ എക്കണോമിക്സ് അല്ല, മൈക്രോ എക്കണോമിക്സ്. നമ്മുടെ മൈക്രോയിലെ 5ാമത്തെ ചാപ്റ്ററാണ്. അതിലെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒഴിച്ചുകൂടാനാവാത്തൊരു ചോദ്യമാണ് ഈ പറഞ്ഞ മാർക്കറ്റ് ഇക്വിലിബ്രിയം. അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. QD = QS എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് ചോദ്യം തരാറുണ്ട് അല്ലേ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യേണ്ട, വളരെ ഉത്തരങ്ങൾ നിങ്ങൾ എത്തേണ്ട ചോദ്യമാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, എന്തൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതണം മാർക്കറ്റ് ഇക്വിലിബ്രിയത്തെ കുറിച്ച് കഴിഞ്ഞാൽ. ആദ്യം മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണെന്ന് പറഞ്ഞുതരാം. ഇക്വിലിബ്രിയം മീൻസ് ബാലൻസ് ഓർ ഈക്വൽ എന്ന് വെച്ചാൽ എന്താ അറിയോ? ബാലൻസ് ചെയ്യുന്ന സിറ്റുവേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സീസോ കണ്ടിട്ടില്ല. സീസോ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പണ്ട് ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു സീറ്റിൽ ഇവിടെ കയറിയിരിക്കും, അതേപോലെ നമ്മുടെ ഫ്രണ്ട് ഇവിടെ കയറിയിരിക്കും, എന്നിട്ട് 2 പേര് ഇവിടെ കയറി ഇരുന്നിട്ട് എന്ത് ചെയ്യും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ന്നു പോന്നി കളിക്കുന്ന സിറ്റുവേഷൻ. അതിന് രണ്ടും ഈക്വൽ ആയിട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? 2 പേരുടെയും വെയിറ്റ് ഒരുപോലെ വരണം അല്ലേ. അതുപോലെ രണ്ടും ഈക്വൽ ആയിട്ട് വരുന്ന സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി അതിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. മാർക്കറ്റ് ഇക്വിലിബ്രിയം മീൻസ് എ പോയിന്റ് വേർ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് സപ്ലൈ ഈക്വൽ എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡ് മാർക്കറ്റ് സപ്ലൈയും തുല്യമായിട്ട് വരുന്നത്. ഇവിടെ ഇരിക്കുന്ന 2 പേര് ആരൊക്കെയാണ്? ഒന്ന് മാർക്കറ്റ് ഡിമാൻഡും മറ്റൊരാൾ മാർക്കറ്റ് സപ്ലൈയും. അപ്പോൾ ഒരു എക്കോണമിയിൽ മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും തുല്യമായിട്ട് വരുന്ന പോയിന്റാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അത് വളരെ ഈസിയാണ് പഠിച്ചു വെക്കാനും. അപ്പോൾ ഈ ഒരു പോയിന്റ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആ സമയത്ത് ഉണ്ടാകുന്ന പ്രൈസ്. ഓക്കെ, ആ സമയത്തുണ്ടാകുന്ന പ്രൈസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നു. ആ സമയത്തുണ്ടാകുന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ എന്ത് പറയുന്നു? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. അതായത് ഒരു ഇക്വിലിബ്രിയം മലയാളത്തിൽ നമ്മൾ എന്ത് പറയുന്നത്, സന്തുലിതാവസ്ഥ എന്നാണ് പറയാറുള്ളത് അല്ലേ. സന്തുലിതാവസ്ഥ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഈ സന്തുലിതാവസ്ഥയിൽ എത്തുന്ന സമയത്ത് ആ സമയത്തുണ്ടാകുന്ന പ്രൈസിനെ നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്നും ആ സമയത്തെ ക്വാണ്ടിറ്റിയെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നാണ് പറയാറുള്ളത്. ഇതിനെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് QD = P* = QS = P* എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സംഗതി സിമ്പിളാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ആദ്യം വരക്കാൻ പോകുന്ന ഒരു മാർക്കറ്റ് വരക്കാൻ പോട്ടോ. എന്താണ് ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ പ്രത്യേകത? മാർക്കറ്റിൽ നമ്പർ ഓഫ് ഫേംസ് ഉണ്ടാവും അല്ലേ. ഒരുപാട് ഫേംസ് ഉണ്ടാവും. ഫേംസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗം അല്ലേ. പ്രൊഡ്യൂസേഴ്സ് നമുക്ക് അവരെ പറയാം. അപ്പോൾ ഫേംസ് ഒരുപാട് പേര് അവിടെ മാർക്കറ്റിൽ ഉണ്ടാവും. 1-2 ഫേംസ് ഒന്നുമല്ല, ഒരുപാട് പേരുണ്ടാവും. അതുപോലെ നമ്പർ ഓഫ് ബയേഴ്സ്. ഓക്കെ, നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ നമ്മൾ ബയേഴ്സ് എന്ന് പറയാം. എന്ന് വെച്ചാൽ എന്താണ്, കൺസ്യൂമേഴ്സും ഒരുപാട് പേരുണ്ടാവും. ഒരു മാർക്കറ്റിൽ ഒരുപാട് ഉപഭോക്താക്കളും അതുപോലെ ഉൽപ്പാദകനും ചേർന്നിട്ടുള്ള നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാർക്കറ്റിലെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവർ തമ്മിലുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, പ്രൊഡ്യൂസേഴ്സാണ് എപ്പോഴും ഒരു കാര്യം സപ്ലൈ ചെയ്യാറുള്ളത് അല്ലേ. മാർക്കറ്റിൽ എല്ലാ കാര്യം സപ്ലൈ ചെയ്യാവരാണ്. കൺസ്യൂമേഴ്സാണ് എന്ത് ചെയ്യാറുള്ളത്? മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും ഡിമാൻഡ് ചെയ്യാറുള്ളത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൈസുമായിട്ടുള്ള റിലേഷൻ. പ്രൈസുമായിട്ടുള്ള റിലേഷൻ നോക്കുകയാണെങ്കിൽ ഡിമാൻഡ് എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയും അല്ലേ. അതായത് എന്താണ്, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ സപ്ലൈ ആയിട്ട് നോക്കുകയാണെങ്കിൽ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡും കൂടും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡും കുറയും. ഇത്രയും കാര്യം നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടാണ് ഈ ചാപ്റ്റർ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം വരക്കാൻ പോകുന്നത് ഇക്വിലിബ്രിയമാണ് വരക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എക്സ് ആക്സിൽ മാർക്ക് ചെയ്യുന്നത് ക്വാണ്ടിറ്റിയാണ്, അഥവാ അളവ്, എത്രത്തോളം ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഉണ്ടെന്നുള്ള കാര്യം. Y ആക്സിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്താണ്? ഡിമാൻഡും കാര്യങ്ങളൊന്നുമല്ല നോക്കുന്നത്. അവിടെ നമ്മൾ പ്രൈസ് ആണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, പ്രൈസ് ആണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ യെല്ലോ കളറിൽ വരക്കാൻ പോകുന്നതാണ് നമ്മുടെ സപ്ലൈ കർവ്. ഇതെന്താണ്? സപ്ലൈ കർവ്. നമുക്കറിയാം സപ്ലൈ കർവ് എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം പോലെയല്ല സപ്ലൈയും ഈ പറഞ്ഞിരിക്കുന്ന സപ്ലൈയും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധമല്ല ആര്? ഈ പറഞ്ഞിരിക്കുന്ന സപ്ലൈയും അതുപോലെ പ്രൈസും തമ്മിലുള്ള ബന്ധം. കാരണം പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടും, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയുമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി അത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതുപോലെ നമുക്ക് അടുത്ത റിലേഷൻ പഠിക്കാനുള്ളത് ആരാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് കർവാണ്. ഡിമാൻഡ് കർവ് നമ്മൾ പഠിച്ചിട്ടുള്ള ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. കാരണം എന്താണ്, ലോ ഓഫ് ഡിമാൻഡ് പഠിച്ചിട്ടുണ്ട്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഓപ്പോസിറ്റ് റിലേഷൻ ആണ് പഠിച്ചിട്ടുണ്ട്. 2nd ചാപ്റ്ററിലും 3rd ചാപ്റ്ററിലായിട്ട് നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റാണ് 5th ചാപ്റ്ററിൽ നമ്മൾ ഒന്നിച്ച് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഈ തുല്യമായി കട്ട് ചെയ്ത് പോയ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിനെ നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. നോക്കണേ, ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത്. ആ സമയത്തെ ക്വാണ്ടിറ്റി നമ്മൾ Q* എന്നും അതുപോലെ ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാകുന്ന പ്രൈസ് നമ്മൾ P* എന്നുമാണ് പറയാറുള്ളത്. ഇക്വിലിബ്രിയം പോയിന്റ് നമ്മൾ E എന്നും
സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലാവുന്ന പോയിന്റ് എവിടെയാണ്? നമ്മുടെ ഡിമാൻഡ്, ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ ആവുന്ന സിറ്റുവേഷനിലാണ് ഇക്വിലിബ്രിയം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയത്തിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പഠിച്ചു വെച്ചത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത്. വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. ആ സമയത്തെ ക്വാണ്ടിറ്റിയെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നും ആ സമയത്തെ പ്രൈസിനെ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞത് വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. ഇനി ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? രണ്ട് കോൺസെപ്റ്റ് വേറെ പഠിക്കാനുള്ളത്. മാർക്കറ്റ് ഇക്വിലിബ്രിയം കഴിഞ്ഞാൽ നമുക്കുള്ള പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ഇക്വിലിബ്രിയം പ്രൈസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞത്. അപ്പോൾ എക്സസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കൂടുതൽ എന്നാണ് അർത്ഥം. എന്താണ്? കൂടുതൽ. എക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ. അപ്പം എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ. ഓക്കെ, അപ്പോൾ എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സപ്ലൈ ഈസ് ഗ്രേറ്റർ ദാൻ ഡിമാൻഡ്. ഇത്രയുള്ള ബന്ധം. ഈ രണ്ട് പോയിന്റ് കൂടി അതിൽ നമ്മൾ മാർക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്തു? അത് തീർന്നിട്ട്. അപ്പോൾ എക്സസ് ഡിമാൻഡ് എക്സസ് സപ്ലൈ ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കട്ടോ. നമ്മളിപ്പോൾ ആദ്യം മാർക്ക് ചെയ്യുന്ന കാര്യം, അതിപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൈസ് കൂടുകയാണെങ്കിൽ, ഓക്കെ, പ്രൈസ് P1 എന്നുണ്ടായിരുന്ന നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസ് നമ്മൾ P* എന്നാക്കി മാറ്റുന്നു. അവിടെ നിന്നും നമ്മുടെ പ്രൈസ് കുറച്ച് കൂടി ഒരു പുതിയ പോയിന്റ് P1 എന്ന് പറയുന്ന പ്രൈസിലെത്തുന്നു. നോക്കണേ, ആ സമയത്തെ പോയിന്റ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെക്കണേ. ഇവിടെ എത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഡിമാൻഡ് കർവിൽ തൊട്ട് താഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ടച്ച് ചെയ്യുന്ന പോയിന്റ് വരക്കാം അല്ലേ? നമ്മളവിടെ മാർക്ക് ചെയ്യുന്നു ക്വാണ്ടിറ്റി ഡിമാൻഡഡ് QD എന്ന് എഴുതി. അതുപോലെ സപ്ലൈ കർവ് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ട് തൊട്ട് താഴത്തേക്ക് പോയിന്റ് ആക്കിയിട്ട് വരച്ചു അല്ലേ? പോയിന്റ് എക്സ് ആക്സിലേക്ക് ടച്ച് ചെയ്യുന്ന പോലെ വരച്ചു. അത് നമ്മൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ന് പേരും കൊടുത്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇക്വിലിബ്രിയത്തിൽ ഉണ്ടായിരുന്ന അല്ലേ, നമ്മുടെ Q* എന്ന് പറയുന്ന ഇക്വിലിബ്രിയത്തിൽ ഉണ്ടായിരുന്ന ക്വാണ്ടിറ്റി എന്ത് ചെയ്തു? ക്വാണ്ടിറ്റി സപ്ലൈ കൂടുകയാണ് ചെയ്തത്. എന്താ ചെയ്തത്? ക്വാണ്ടിറ്റി സപ്ലൈ കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റിലേഷൻ എഴുതിയേക്കാം. എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം എഴുതിയേക്കാം. when price increases, okay, when പ്രൈസ് ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ പ്രൈസ് കൂടിയ സമയത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്? നമുക്ക് അവിടെ ഉണ്ടായ മാറ്റങ്ങളൊക്കെ എഴുതിയേക്കാം. എന്താണ്? ഇക്വിലിബ്രിയം ചേഞ്ച്ഡ് അല്ലേ? ഇക്വിലിബ്രിയം എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. ഇക്വിലിബ്രിയം മാറിയിട്ട് എന്തൊക്കെയാണ് മാറ്റം വന്നത് നമുക്ക് എഴുതിയേക്കാം. ഒന്നാമത്തെ കാര്യം, സപ്ലൈ കൂടി. എന്ത് കൂടി? സപ്ലൈ കൂടി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? പുതിയൊരു പോയിന്റ് നമുക്ക് കിട്ടി അല്ലേ? ക്വാണ്ടിറ്റി സപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് കിട്ടി. അതുപോലെ ഡിമാൻഡ് എന്താ സംഭവിച്ചത്? ഡിമാൻഡ് കുറയുകയാണ് ചെയ്തത്. കാരണം പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു എന്നർത്ഥം അല്ലേ? ആ രണ്ട് പോയിന്റുകൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ ആയി മാറി. ഇവിടെ എന്താ സംഭവിച്ചത്? ക്വാണ്ടിറ്റി സപ്ലൈ ഈസ് ഗ്രേറ്റർ ദാൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഈ സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സസ് സപ്ലൈ. എന്താ വിളിക്കുക? എക്സസ് സപ്ലൈ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ സപ്ലൈ കൂടുതലുള്ള സിറ്റുവേഷനാണ് എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞത്. എക്സസ് സപ്ലൈ ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എക്സസ് സപ്ലൈ. ഈ ഒരു പോയിന്റ് നമ്മൾ വിളിക്കുന്നവരാണ് എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞത്. അതിന് കാരണം എന്താണ്? പ്രൈസ് കൂടി P1 എന്നായി മാറി അല്ലേ? പ്രൈസ് P1 എന്നായി മാറി. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സസ് സപ്ലൈ എന്ന് പറയുന്ന പോയിന്റ്. ഇനി അടുത്തൊരു കോൺസെപ്റ്റാണ് എക്സസ് സപ്ലൈ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്ന കോൺസെപ്റ്റാണ് എക്സസ് പ്രൈസ് കൂടുന്ന സമയത്ത് തന്നെ പ്രൈസ് കുറയുകയും ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ പ്രൈസ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളതിനെ P2 എന്ന് എഴുതുന്നു. P2 എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യണേ. നമുക്കവിടെ കിട്ടുന്ന കാര്യമുണ്ട്. നമ്മുടെ P2 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്ത് ചെയ്യും? നമ്മുടെ ക്വാണ്ടിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വാണ്ടിറ്റി മാറ്റം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? QD എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം അത് ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ് വരുന്നത് അല്ലേ? യെല്ലോ കളറിലൂടെ ടച്ച് ചെയ്യുന്ന സപ്ലൈ കർവിലാണ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് QS എന്ന് എഴുതാം. അതുപോലെ ഡിമാൻഡ് കർവ് എന്ത് ചെയ്തു? ഡിമാൻഡ് കർവ് കുറച്ച് കൂടുകയാണ് ചെയ്തത് അല്ലേ? അപ്പോൾ ഡിമാൻഡ് കർവ് നമുക്ക് എന്ത് എഴുതാം? QD എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ഇൻക്രീസസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ ഡിക്രീസസ്. അതാണ് സംഭവിച്ചത് അല്ലേ? അപ്പോൾ അതൊരു കാര്യം നമ്മളിവിടെ മാറ്റി എഴുതാണ്. when price ഇൻക്രീസസ് എന്നല്ല, പ്രൈസ് കുറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്. ഇക്വിലിബ്രിയം വീണ്ടും ചേഞ്ച് ചെയ്തു അല്ലേ? ഇക്വിലിബ്രിയം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്ത് നമുക്ക് എഴുതി വെക്കാം. ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ കുറഞ്ഞു. അതേപോലെ എന്ത് ചെയ്തു? ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് കൂടുകയും ചെയ്തു. ഇവിടെ എന്താ സംഭവിച്ചത്? ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ. ആ സിറ്റുവേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സസ് ഡിമാൻഡ്. എന്താണ് വിളിക്കാറുള്ളത്? എക്സസ് ഡിമാൻഡ് എന്നാണ് വിളിക്കുക. അപ്പോൾ പ്രൈസ് കുറയുമ്പോൾ എന്തുണ്ടാവും? എക്സസ് ഡിമാൻഡ് ഉണ്ടാവും. പ്രൈസ് കുറയുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവുന്നത്? എക്സസ് ഡിമാൻഡ് ഉണ്ടാവുന്നു. പ്രൈസ് കൂടുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവുന്നത്? എക്സസ് സപ്ലൈ ഉണ്ടാവുന്നു. അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എഴുതി വെക്കാം എന്താണ് എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞത്. ഈ ഒരു റീജിയൻ നമ്മൾ വിളിക്കുന്നവരാണ് എക്സസ്
ഡിമാൻഡ് എന്നാണ് വിളിക്കുക. ഇതിനെ നമ്മൾ എക്സസ് ഡിമാൻഡ് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ജസ്റ്റ് ചിത്രം വരച്ചിട്ട് തന്നെ പഠിക്കുക, വളരെ ഈസിയാണ്. ഓരോന്നും സെപ്പറേറ്റ് വരയ്ക്കുക, ഞാൻ ഒന്നിന് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ നമുക്ക് പഠിക്കാനുള്ളതാണ് പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. പ്രൈസ് സീലിംഗ് വളരെ ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. പ്രൈസ് സീൽ ചെയ്യുന്നു. സീൽ ചെയ്യുക എന്ന് പറയുന്നത് പരമാവധി അല്ലേ, അതായത് ഒരു അളവ് വെക്കുകയാണ്, പരമാവധി ആക്കുകയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അതിനെ ലിമിറ്റ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, ലിമിറ്റ് ചെയ്യുന്നു. അതിൻ്റെ അപ്പുറം പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇമ്പോസ്, ഗവൺമെൻറ് ആണ് എപ്പോഴും പ്രൈസ് സീലിംഗ് ചെയ്യാറുള്ളത്, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഗവൺമെൻറ് ഇമ്പോസ് അപ്പർ ലിമിറ്റ്. എന്താണ് ലിമിറ്റ് ചെയ്യുന്നത്, അപ്പർ ലിമിറ്റ്, ഉയർന്ന പരിധി തീരുമാനിക്കുകയാണ്. അതിൻ്റെ അപ്പുറം പ്രൈസ് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കുന്നത് നമ്മൾ പറഞ്ഞവരാണ് പ്രൈസ് സീലിംഗ്. സീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ മുകൾ ഭാഗത്തല്ല ഉണ്ടാവുക. അപ്പോൾ സീലിംഗ് എന്ന് പറഞ്ഞാൽ ഉയർന്നത്, വീടിൻ്റെ ഉയർന്ന ഭാഗത്താണ് സീലിംഗ് ഉണ്ടാവുക. അങ്ങനെ കണക്ട് ചെയ്ത് ആലോചിച്ചാൽ മതി. അപ്പോൾ അപ്പർ ലിമിറ്റ് വെക്കുകയാണ് പ്രൈസിൻ്റെ കാര്യത്തിൽ, അപ്പർ ലിമിറ്റാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രൈസ് പോകാൻ പാടില്ല. ഇതെന്തിനാണ് ഗവൺമെൻറ് എപ്പോഴാണ് ഇമ്പോസ് ചെയ്യാറുള്ളത്, നമ്മുടെ നെസസറി ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ട് വരുന്ന വസ്തുക്കൾ അല്ലേ, ആവശ്യ വസ്തുക്കളുണ്ടല്ലോ, അതിൻ്റെ വില കൂടുമ്പോഴാണ് ഇത് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് മലയാളം ഞാനിവിടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇംഗ്ലീഷും അതേപോലെ മലയാളം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, മലയാളം സ്ക്രീൻഷോട്ട് എടുത്തു, അതേപോലെ ഇംഗ്ലീഷും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇനി കോൺസെപ്റ്റിലേക്ക് വരാം. നെസസറി ഐറ്റംസ് അഥവാ നമ്മുടെ ആവശ്യ വസ്തുക്കളുണ്ടല്ലോ, നമ്മൾ പറയുന്ന ആവശ്യ വസ്തുക്കൾ. ഈ ആവശ്യ വസ്തുക്കൾ എന്ന് പറയുന്നതിന് പൊതു വസ്തുക്കൾ പറയുന്നുണ്ട് അല്ലേ, ഗോതമ്പ്, അരി, മണ്ണെണ്ണ, പഞ്ചസാര, ഇതൊക്കെ നമുക്ക് നിത്യജീവിതത്തിൽ ആവശ്യമായിട്ട് വരുന്ന വസ്തുക്കളാണ്. ഇതിനൊക്കെ വിലപരിധി ഏർപ്പെടുത്തുകയും വിപണി നിശ്ചയിക്കുന്ന വിലയേക്കാൾ താഴെയായി, എന്താണ് വിപണി നിശ്ചയിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന വില ഉണ്ട് അല്ലേ, അതിനേക്കാൾ കുറവായിരിക്കും ഇത്. ഓക്കെ, അതായത് മാർക്കറ്റ് പ്രൈസ് എത്ര ആയിക്കോട്ടെ, ഈ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവായിരിക്കും എന്ത് ഇവിടെ വാങ്ങുന്ന പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരിക്കും, ആ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവായിരിക്കും എന്ത് ഗവൺമെൻറ് വെച്ച പ്രൈസ് സീലിങ്ങിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ചിത്രം വരച്ചിട്ട് ഈ കാര്യം ചെയ്യാം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, പോപ്പുലേഷൻ. ഓക്കെ, പ്രൈസ് സം സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ, അതായത് നമ്മുടെ പോപ്പുലേഷനിൽ എല്ലാവർക്കും എല്ലാ പ്രൈസും താങ്ങാൻ പറ്റണമെന്നില്ല. മിക്കവാറും നമ്മുടെ പോപ്പുലേഷനിൽ കൂടുതലുള്ളത് ഭൂരിപക്ഷം പേരും ദരിദ്രരാണുള്ളത് അല്ലേ. 2011 കണക്ക് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യയിൽ 29.5% ആൾക്കാർ, 29.5% ആൾക്കാരും ദാരിദ്ര്യത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും ദരിദ്രത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ള ആൾക്കാരാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ദരിദ്രാവസ്ഥയിൽ ജീവിക്കുന്നവർക്ക് ഈ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇങ്ങനെ വില കൂടിക്കഴിഞ്ഞാൽ അതിനെ താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഗവൺമെൻറ് വിലകൾക്ക് പരിധി നിശ്ചയിക്കും. സാധനങ്ങൾ ഇത്ര വില മതി, അതിൻ്റെ മുകളിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് വില നിശ്ചയിക്കണേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന അരി 1 കിലോഗ്രാമിന് 500 രൂപ എന്ന് വിചാരിക്കുക. 500 രൂപ എന്ന് വിചാരിക്കുക. നമുക്ക് എല്ലാവർക്കും അരി വാങ്ങി ഭക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എത്രയാണ്? 500 രൂപയൊന്നും നമുക്ക് ഒരുപാട് പേർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പ്രൈസാണ്. ഇപ്പം തന്നെ അരിയുടെ വില എന്ന് പറയുന്നത് 40 രൂപയായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേര് നമ്മളെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ പരിധി നിശ്ചയിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതിനെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഒരു പരിധി നിശ്ചയിക്കുകയാണ്. അരിയുടെ വില മാക്സിമം ഇത്ര മതി, അതിൻ്റെ കൂടുതൽ പോകാൻ പാടില്ല എന്ന് പറയാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന മാർക്കറ്റ് പ്രൈസിനെ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നതിന് പറഞ്ഞവരാണ് പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കർവ് കാണിച്ചാൽ വളരെ സിമ്പിളാണ്. നോക്കിയേ, നമ്മളിവിടെ ആദ്യം വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാം ഡിമാൻഡ് കർവാണെന്നും സപ്ലൈ കർവാണെന്നും അറിയാം. ഇവിടെ ഉണ്ടാകുന്ന പോയിൻ്റാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്നും നിങ്ങൾക്കറിയാം അല്ലേ. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം പോയിന്റ്, ഇക്വിലിബ്രിയം പ്രൈസ് പി സ്റ്റാർ എന്നും ക്വാണ്ടിറ്റി ക്യൂ സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ പ്രൈസ് സീലിംഗ് വരുന്നത് അല്ലേ. ഈ പ്രൈസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഗവൺമെൻറ് ഇടപെട്ട് പ്രൈസ് കുറച്ച് കുറക്കും. അപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്ന പ്രൈസിന് നമ്മൾ PC എന്ന് പറയുന്നു. ആ പോയിന്റിൽ ഉണ്ടാകുന്ന പ്രൈസ് നമ്മളിവിടെ മാർക്ക് ചെയ്യണം അല്ലേ. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് നോക്കിയാൽ നിങ്ങളിവിടെ സംഭവിച്ച കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ത് ചെയ്തു, നമ്മുടെ സപ്ലൈ കുറഞ്ഞു, ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ കുറഞ്ഞു, പക്ഷേ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് കൂടി. അതിൻ്റെ കാരണം എന്താ അറിയോ, കൂടുതൽ ആളുകൾക്കും വേണ്ടത് സാധനങ്ങളുടെ വില കുറയുകയാണ് വേണ്ടത്. അപ്പോൾ സാധനങ്ങളുടെ വില കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് കൂടുകയും ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ കുറയുകയും ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് എന്ത്, ഇവിടെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സസ് ഡിമാൻഡ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, എക്സസ് ഡിമാൻഡ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആകെ ഇത്രയും പഠിക്കാനുള്ളൂ. ഇനി അടുത്തായിട്ട് നമുക്ക് വരുന്ന ഭാഗം ഇതിൻ്റെ പ്രൈസ് സീലിംഗിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ നിർബന്ധമായിട്ടും പഠിച്ചേക്കുക. ഒന്നാമത്തത് ലോങ് ക്യൂസ് ഇൻ ദ റേഷൻ ഷോപ്പ്. റേഷൻ കടകളിൽ ഒരുപാട് തിരക്കുകൾ അനുഭവപ്പെട്ടേക്കാം. രണ്ടാമത്തെ കാര്യം ആക്ടിവിറ്റീസ് സച്ച് ആസ് ബ്ലാക്ക് മാർക്കറ്റ്. കുറേ വസ്തുക്കൾ പൂഴ്ത്തി വെച്ചിട്ട് വിൽക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം. ബ്ലാക്ക് മാർക്കറ്റ്സ് പറഞ്ഞാൽ കരിഞ്ചന്തകൾ. ഓക്കെ, കരിഞ്ചന്തകൾ പറഞ്ഞാൽ എന്താണ്, നോർമൽ മാർക്കറ്റ് സിറ്റുവേഷൻ അല്ലാതെ പൂഴ്ത്തിവെപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പറയുന്ന മറ്റൊന്നാണ് ദ ഫോളോവിങ് ഡയഗ്രാം ഷോസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡയഗ്രത്തിൻ്റെ കാര്യമാണ്. ഇനി അടുത്തൊരു കാര്യം വരുന്ന മറ്റൊന്ന് ഇതിലേക്ക് വരുന്ന കാര്യമാണ് ഹോർഡിങ്സ്. എന്താണ്
ഹോർഡിങ്സ് എന്ന് പറയാറുണ്ട്. ഹോർഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂഴ്ത്തിവെപ്പുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പൂഴ്ത്തിവെപ്പുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ ഡയഗ്രം നമ്മൾ കൊടുത്ത് തന്നെയാണ്, സെയിം ആണ്, ഒരു മാറ്റമില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? എക്സസ് ഡിമാൻഡ് ആണ് ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈഡ്. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞാൽ എക്സസ് ഡിമാൻഡ് എക്സസ് സപ്ലൈയും, അതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രൈസ് ഫ്ലോർ രണ്ടാമതായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. പ്രൈസ് ഫ്ലോർ നമ്മളതിൻ്റെ മലയാളത്തിൽ തറവില എന്നാണ് പറയാറുള്ളത്. ഓക്കെ, തവരിയല്ല, തറവില. ഓക്കെ, തറവില എന്നാണ് നമ്മൾ ഇതിനെ പറയാറുള്ളത്. അപ്പോൾ ഇതെന്ത് ചെയ്യണം? നിങ്ങൾ നിർബന്ധമായിട്ട് പ്രൈസ് സീലിങ്ങിൻ്റെ കൂടെ തന്നെ പഠിച്ചിരിക്കണം. പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത് തറ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ന്നത് അല്ലേ, താഴ്ന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? താഴ്ന്നതെന്ന് പറഞ്ഞാൽ മിനിമം പ്രൈസ്. ഓക്കെ, മിനിമം പ്രൈസ് എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് ഉറപ്പ് കൊടുക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു കർഷകനാണ്, നിങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാക്സിമം വില അവിടെ കിട്ടുന്നില്ല, നിങ്ങൾക്ക് വളരെ കുറഞ്ഞ വില കിട്ടുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഒന്നുകൂടി ഉയർത്തിയിട്ട് മിനിമം ഇത്ര പ്രൈസ് എങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ലിമിറ്റ് അല്ലേ. അപ്പോൾ സാധാരണ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതാണ് പ്രൈസ് ഫ്ലോർ തറവിൽ ഏൽപ്പിക്കാറുള്ളത്. ഇപ്പോൾ നെല്ലിന് ഒരു കിൻഡലിന് 2180 ആണെന്ന് തോന്നുന്നു. 2180 രൂപ മിനിമം ഒരു കിൻഡലിന് കൊടുക്കണം. അതായത് 1 കിലോഗ്രാം നെല്ലിന് 21 രൂപ 80 പൈസ കൊടുക്കണമെന്ന് ഗവൺമെൻറ് തറവിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സംഗതി എന്താ നമുക്ക് നോക്കാം. ദ ഗവൺമെൻറ് ഇമ്പോസ്ഡ് ലോവർ ലിമിറ്റ് ഓൺ ദ പ്രൈസ് ദാറ്റ് മേ ചാർജ്ഡ് ഫോർ എ പെർട്ടിക്കുലർ ഗുഡ് ഓർ സർവീസ് ഈസ് കോൾഡ് പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് പ്രൈസ് ഫ്ലോർ എവിടെ ചെയ്യാറുള്ളത്? അഗ്രികൾച്ചർ പ്രൈസിലാണ്. എവിടെയാണ്? അഗ്രികൾച്ചർ ആയിട്ട് നമ്മൾ കാർഷിക മേഖല ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്കാണ് സാധാരണ ഇത് കൊടുക്കാറുള്ളത്. അതൊരു സപ്പോർട്ട് പ്രോഗ്രാം ആയിട്ടാണ് ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, അവരെ പിന്തുണക്കുന്ന ഒരു രീതിയിലുള്ള പ്രോഗ്രാമായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സിറ്റുവേഷനാണ് എക്സസ് സപ്ലൈ. നേരത്തെ എക്സസ് ഡിമാൻഡ് ആയിരുന്നെങ്കിൽ ഇവിടെ എക്സസ് സപ്ലൈ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഗ്രാഫിൽ നമുക്ക് കാണിക്കാം. അതിനു മുൻപ് മലയാളത്തിൽ വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, ആദ്യം ഇംഗ്ലീഷ് വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, അതുപോലെ മലയാളത്തിൽ വേണ്ടവർക്കും ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തു നോക്കാം. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ചിത്രം വരയ്ക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കേണ്ട കാര്യമാണ്. നമ്മൾ നേരത്തെ വരച്ച പോലെ ഇക്വിലിബ്രിയം നമ്മൾ മാർക്ക് ചെയ്യുന്നു. സപ്ലൈ ഡിമാൻഡ് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റിന് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നു. ക്യൂ സ്റ്റാർ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, പി സ്റ്റാർ ഇക്വിലിബ്രിയം പ്രൈസ്, ഇ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പോയിന്റ് അല്ലേ. അപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? ഈ പ്രൈസ് വളരെ കുറവാണ്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഇടപെട്ട് പ്രൈസ് കുറച്ച് കൂട്ടും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൈസ് കുറച്ച് കൂടി അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഇടപെട്ട് എന്ത് ചെയ്യുന്നു? സാധനങ്ങളുടെ വില കുറച്ച് കൂട്ടി വെക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരും, ക്വാണ്ടിറ്റി ഡിമാൻഡിലും മാറ്റം വരും, ക്വാണ്ടിറ്റി സപ്ലൈഡിലും മാറ്റം വരും അല്ലേ. അപ്പോൾ നോക്കിയേ, ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും, ക്വാണ്ടിറ്റി സപ്ലൈ കൂടും. കാരണം സപ്ലൈ ചെയ്യുന്ന ആരാണ്? കർഷകരാണ് സപ്ലൈ ചെയ്യുന്നത് അല്ലേ. അവർക്ക് കൂടുതൽ വില കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ കൂടുതലായിട്ട് കൃഷി ചെയ്യും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അവിടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ ഈസ് ഗ്രേറ്റർ ദാൻ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ എന്തായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുണ്ടാവുന്നത്? എക്സസ് സപ്ലൈ ഉണ്ടാവുന്നു. എന്തുണ്ടാവുന്നു? എക്സസ് സപ്ലൈ ആണ് ഇവിടെ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എക്സസ് സപ്ലൈ ആണ് ഇവിടെ നോർമലി ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രൈസ് ഫ്ലോർ, പ്രൈസ് സീലിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഇനി വളരെ ഈസി ആയിട്ട് നിങ്ങൾ പഠിച്ചേണ്ട കാര്യങ്ങൾ ഇത്ര തന്നെയാണ്. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ കോൺസെപ്റ്റ് ഇത്രയും കാലം പഠിച്ചിട്ട് മനസ്സിലാകാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇതിൽ നിന്ന് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടാവുന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഈ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യണേ. അതിന് മുൻപായിട്ട് നോക്കിയേ, ഇവിടെ ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ജിംനാസ്റ്റിക് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കൂളായിട്ട് ഒരാൾ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ മാർക്കറ്റ് ഇക്വിലിബ്രിയം നമ്മൾ എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് ഇനി ചോദിച്ചു കഴിഞ്ഞാൽ കൂളായിട്ട് നമ്മൾ എഴുതിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ സൽസബിൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ബൈ.